ബന്ദായി പൊതുപണിമുടക്ക. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് നടത്തുന്നത്. കണ്ണൂർ ജില്ലയും നിശ്ചലമായി. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കുന്നത്. കണ്ണൂരിലെ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, പൊതുപണിമുടക്ക് ബന്ദായി മാറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണന്തു, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ട്രേഡ് യൂണിയനുകൾ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കുന്നത്. വലിയ രീതിയിലുള്ള തൊഴിലാളി രോഷമാണ് ഈ പണിമുടക്കിൽ പ്രകടമാകുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളം നിശ്ചലമായി. അതേ സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ബന്ദായി മാറുന്ന സാഹചര്യം അതാണ് കണ്ണൂരിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുക. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ നിലച്ചിരിക്കുകയാണ്. ആളുകളും എത്തിയിട്ടില്ല. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. വലിയ രീതിയിൽ, അതായത് തൊഴിലാളി ദ്രോഹ നയങ്ങൾ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ജനരോഷം ഭരണകൂടത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പണിമുടക്ക് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. നമുക്ക് ഇപ്പോൾ നിരത്തുകൾ കാണാം. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ നഗരത്തിൽ ഈ സ്റ്റേഡിയം പരിസരത്ത് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം എന്ന രീതിയിൽ ഒരു പ്രകടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, അദ്ദേഹം ഈ പ്രകടനം നയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്റ്റേഡിയം പരിസരത്തുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. സഹദേവേട്ട, ഇങ്ങനെ തുടർച്ചയായി ഈ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ ഇങ്ങനെ പൊതു പണിമുടക്കൊക്കെ നടത്തുകയാണ്. ഇത്തവണ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ജനരോഷം ആളുകൾക്കിടയിലുണ്ട്. അത് പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഈ പണിമുടക്ക്. ഏത് രീതിയിലാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? പണിമുടക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി മെച്ചപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാമല്ലോ, വാഹനങ്ങളൊന്നും റൂട്ടിൽ ഇറങ്ങിയിട്ടില്ല. കടകൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ, ഫാക്ടറികളൊക്കെ തന്നെ നേരത്തെ അടച്ചു. എല്ലാ വിഭാഗം ആളുകളും ഈ പണിമുടക്കുമായി സഹകരിക്കുന്നു. ഒരു അത്ഭുതകരമായ അവസ്ഥയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ്. കാരണം ഞങ്ങൾ വലിയ രീതിയിൽ ഈ പണിമുടക്കിന് റൂട്ട് വാഹനങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെ റൂട്ടിലിറങ്ങി എന്ന രീതി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആളുകൾ പൂർണ്ണമായും, ജനങ്ങൾ, തൊഴിലാളികളും മറ്റുള്ളവരും മാത്രമല്ല, ജനങ്ങൾ പൂർണ്ണമായും ഈ പണിമുടക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ പണിമുടക്ക് വമ്പിച്ച വിജയമാക്കിയിട്ടുണ്ട്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലും തൊഴിലാളികളുടെ പങ്കാളിത്തവും ഉണ്ടാവും. ഗവൺമെന്റ് നയത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം. നമുക്കറിയാം, വേജ് കോഡ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം 5 തവണ പണിമുടക്ക് നടത്തി. എന്നാൽ ഈ പണിമുടക്കിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം, ആ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. വളരെ ക്രൂരമായ നിലയിലാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 100% പങ്കുവഹിക്കുന്നവരാണല്ലോ തൊഴിലാളികൾ. അവരുടെ അധ്വാനമാണല്ലോ ഈ രാജ്യത്തിന്റെ വികസനം മുഴുവൻ. അവർക്ക് നേരത്തെ ലഭ്യമായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം നിഷേധിക്കപ്പെടുകയില്ലായിരുന്നു. ഒരു ആനുകൂല്യവും ലഭ്യമാവാത്ത രീതിയിലാണല്ലോ ഈ വേജ് കോഡ് ബില്ല് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രവർത്തിച്ചവർ, ഈ രാജ്യത്തെ വികസനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഈ വിഭാഗത്തെ അവരെ ഒന്നുമല്ലാത്താക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിനെതിരായ പ്രതിഷേധത്തെ ഒരു രീതിയിലും പരിഗണിക്കാൻ തയ്യാറാവാത്ത ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതേവരെ ഗവൺമെന്റ് ഈ ട്രേഡ് യൂണിയൻ സംഘടനകളെ കൂട്ടി ഒന്ന് വിളിച്ചേർത്ത് അഭിപ്രായങ്ങൾ ആരായുക എന്നൊരു സാമാന്യ മര്യാദ സ്വീകരിക്കേണ്ടത് ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു ക്രൂരല്ലേ? ഈ രാജ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം 25 കോടിയിലേറെ പേർ പണിമുടക്കി. അതിനു മുമ്പേയും ആ തോതിലുള്ള ആളുകൾ പണിമുടക്കി. അങ്ങനെ ഈ രാജ്യത്തിന്റെ വികാരം പൂർണ്ണ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സമരം, പൂർണ്ണ അർത്ഥത്തിൽ കൈകാര്യം ചെയ്തു വരുന്ന ഒരു സമരം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള സാമാന്യ മര്യാദ ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അതൊന്നും സ്വീകരിക്കുന്നില്ല. അഞ്ചാമത്തെ പണിമുടക്കാണ് നടക്കുന്നത്. ഈ വേജ് കോഡ് ബിൽ അവതരിപ്പിച്ചതിന് ശേഷം അഞ്ചാമത്തെ പണിമുടക്കാണ് അവിടെ. ഇതിലും ഈ രാജ്യം മുഴുവൻ സ്തംഭിക്കും. ഈ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗ്യം അർപ്പിക്കുകയാണ്. എന്തായാലും KP സഹദേവൻ അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് ഈ തൊഴിൽക്കോടുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ പണിമുടക്കാണ് രാജ്യത്ത് നടക്കുന്നത്. തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഈ തൊഴിലാളി യൂണിയനുകളെല്ലാം തന്നെ വലിയ പ്രക്ഷോഭം നടത്തിയിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും കേന്ദ്ര സർക്കാർ മുതിരുന്നില്ല എന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. BMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഈ പണിമുടക്കിന്റെ ഭാഗമാണ്. എന്തായാലും വലിയ രീതിയിൽ ജനരോഷം പ്രകടമാകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പണിമുടക്കാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. വാഹന ഗതാഗതവും അപൂർവം ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ ഇത് മാത്രമാണ് ഈ നിരത്തിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ ജില്ല ഈ പണിമുടക്കിനോട് വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പണിമുടക്ക് പൂർണ്ണമാണ്, ഒരു ബന്ദ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെയാണ് പൊതു പണിമുടക്ക് കണ്ണൂരിൽ പുരോഗമിക്കുന്നത്. CITU കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മനോഹരേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലുള്ള ജനരോഷം, തൊഴിലാളികളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അലയടിക്കുകയാണ് രാജ്യത്താകെ. കണ്ണൂർ ജില്ലയിലും ഒരു ബന്ധായി മാറിയ രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തൊഴിലാളികൾ പൂർണ്ണമായും പണിമുടക്കി എന്ന ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ സമരസമിതിക്ക്? ജില്ലയിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ട് ഉള്ളത്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ലേബർ കോഡിനെതിരായിട്ട് BMS ഈ പണിമുടക്കിനകത്ത് പങ്കെടുക്കുന്നില്ലെങ്കിൽ BMSനകത്ത് അണിനിരുന്ന തൊഴിലാളികളും ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജില്ലക്കകത്തുള്ള അനുഭവം. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ INTUC പണിമുടക്കിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ മാഹിയിൽ INTUC പണിമുടക്ക് സമരത്തിനകത്ത് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ജാഥ സംഘടിപ്പിച്ചപ്പോൾ മാഹിയിലെ ജാഥയിലെ ലീഡർ INTUC ആണ്. പക്ഷേ കേരളത്തിനകത്ത് എന്തെല്ലാമോ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അവർ പണിമുടക്കിനകത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ തൊഴിലാളികളും ഈ പണിമുടക്കിനകത്ത് പങ്കാളിയായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ജില്ലക്കകത്തുള്ള അനുഭവം. ഈ കേരളത്തിൽ മാത്രം INTUC അങ്ങനെ ഒരു നിലപാട് എടുത്തതിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദമാണോ? അവരിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചത് കേരളത്തിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ തൊഴിലാളി സംഘടനകളും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള സമരത്തോട് എന്തോ അവരെ രാഷ്ട്രീയമായിട്ട് ഈ സമരത്തിനകത്ത് പങ്കെടുക്കരുത് എന്ന രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം അവരോട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് VD സതീശൻ നയിക്കുന്ന യാത്ര അതുപോലും നിർത്തിവെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ട് ഉണ്ട്. പക്ഷെ അവരുടെ ജാഥ ഇന്ന് 12-ാം തീയതി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. കേരളത്തിനകത്ത് ഈ തൊഴിലാളികളെല്ലാം ഇത്രമാത്രം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ UDFന്റെ ജാഥ ഞങ്ങൾ നടത്തുമെന്ന ധിക്കാരമാണ് VD സതീശൻ നേതൃത്വത്തിൽ കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം കേരളത്തിനകത്തുള്ള തൊഴിലാളികളും ജനങ്ങളും തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. STUവിന്റെ നിലപാട് എന്താണ്? STUവും കേരളത്തിനകത്ത് സമരത്തിനകത്ത് അവർ പങ്കെടുക്കുന്നില്ല. അവരുടെ നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് INTUC ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോട് സഹകരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന നിലയിലാണ് STU പ്രതികരിച്ചിട്ട് ഉള്ളത്. അത് ഈ INTUCയും STUവും ഒക്കെ ദേശീയ തലത്തിൽ ഇതിന്റെ ഭാഗമാണല്ലോ. എന്തായാലും അവർ പണിമുടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊപ്പം ഒരു സംയുക്തമായി ഒരു പ്രകടനത്തിനൊന്നും അണിനിരക്കുന്നില്ല എന്ന് മാത്രമാണോ? അവരുടെ ആഹ്വാനപ്രകാരമല്ല തൊഴിലാളികൾ പണിമുടക്കുന്നത്, മറിച്ച് ഈ വിഷയത്തോടുള്ള തൊഴിലാളികളുടെ ആഭിമുഖ്യമാണ് ഈ പണിമുടക്കിനകത്ത് അവരുടെ തൊഴിലാളികൾക്കും പങ്കെടുക്കാൻ ഇടയാക്കുന്നത്. എന്തായാലും ഈ പണിമുടക്ക് അത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത്. പണിമുടക്കിൽ INTUC, STU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളും ദേശീയ തലത്തിൽ ഇതിന്റെ ഭാഗമാണ്. INTUC ആണ് ഇതിന്റെ ദേശീയ തലത്തിൽ ഇതിന്റെ നെടുനായകത്വം വഹിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അവർ ഈ പൊതു പണിമുടക്കിന് ഒപ്പം ചേർന്നുകൊണ്ട് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ പ്രകടനത്തിന്റെ ഒന്നും ഭാഗമാകുന്നില്ല. അതൊരു രാഷ്ട്രീയ നിലപാട് ആണ് എന്നുള്ളൊരു വിമർശനമാണ് CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉന്നയിക്കുന്നത്. എന്തായാലും
വലിയ രീതിയിലുള്ള തൊഴിലാളി രോഷം അലയടിക്കുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാൻ തൊഴിലാളികൾ ആരും തയ്യാറായിട്ടില്ല. എല്ലാ വിഭാഗം ആളുകളും പണിമുടക്കിന്റെ ഭാഗമാണ്. BMS-ന്റെയും INTUC-യുടെയും ഒക്കെ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് CITU നേതൃത്വം. AITUC-യുടെ നേതാക്കളുണ്ട്, മറ്റ് എല്ലാ തൊഴിലാളി സംഘടനകളുടെയും നേതാക്കളുണ്ട്. കണ്ണൂരിൽ അല്പസമയത്തിനകം തന്നെ വലിയ ഒരു പ്രകടനം നടത്താനുള്ള ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ട്രേഡ് യൂണിയനുകൾ. എന്തായാലും കണ്ണൂർ ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. ഒരു ബന്ദ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിൽ വളരെ സമാധാനപരമായി ഈ പണിമുടക്ക് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണേന്ദു. ശരി മനോജ്.